ഏറ്റവും വലിയ പാപമായി പഠിപ്പിക്കപ്പെട്ട ഷിർക്കിൻ്റെ ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം നെടുവീർപ്പിട്ടിട്ട് ബദരീങ്ങളെ ബദരീങ്ങളെ, ഒരു സാധാരണ സഹോദരിയുടെ ഒരു വിളിയാണ്. അപ്പം ബദരീങ്ങൾ എന്തിനാണ് പുറപ്പെട്ടത്? അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവോടൊപ്പം മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കരുത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്നാണെങ്കിൽ ഇബ്രാഹിം നബിയെ, ലാത്ത, ഉസ്സക്കാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിക്കരുത്. നിങ്ങൾ അള്ളാഹ് എന്ന് മാത്രം വിളിക്കണം. അതിനു വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബദറിൽ പുറപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ചക്കെടുത്തൊരു വിഷയമായിരുന്നു ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ബദറും ബദരീങ്ങളും, ബദറിൻ്റെ ഒരു സന്ദേശം, അതുപോലെ തന്നെ ബദരീങ്ങളുടെ ഫളായിലുകളും സംഗതികളൊക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു. അതിനുശേഷം ഉണ്ടായ ചില സംഭവവികാസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായിരുന്നു. കോഴിക്കോട് പരിസരത്ത് ഒരു വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, നമ്മൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ കണ്ടല്ലോ, ഒരു വീട് ഭയാനകമായ രൂപത്തിൽ അതിന് തീ പിടിച്ച് അത് മുഴുവനായിട്ടും നശിച്ചു പോകുന്നൊരു അവസ്ഥയാണുള്ളത്. അള്ളാഹു ആ വീട്ടുകാർക്ക് എളുപ്പം നൽകട്ടെ, അവരുടെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നിപ്പിക്കുന്ന ഒരു സംഗതി, നമ്മൾ കഴിഞ്ഞ തവണ ചർച്ചയിൽ വന്ന പോലെ തന്നെ ബദരീങ്ങളെ ബദരീങ്ങളെ ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു വിളിയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു സംഗതി. ഇത്തരം അങ്ങേയറ്റത്തെ പ്രയാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ജീവൻ തന്നെ അപകടപ്പെടുന്ന, അതുപോലെ തന്നെ എല്ലാം കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ പോലും അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് പകരം അള്ളാഹിൻ്റെ പടപ്പുകളെ, ബദരീങ്ങളെ വിളിക്കുന്ന പോലെ തന്നെ വേറെ പലരെയും വിളിച്ചു അതെ തേടുന്ന രൂപത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രചോദനം? എന്താണ് സമൂഹം ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് മുസാ സുലൈ എന്ന് പറയും. ശരിക്കൊരു ഭീരുതമായ രംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് അള്ളാഹുവിൻ്റെ വിധി എന്നോണം സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വിശ്വാസികളായ നമ്മളൊക്കെ ഈമാൻ കാര്യങ്ങൾ ചൊല്ലി പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൽ നിന്നാണ് ഖൈറായാലും ഷർറായാലും ഉണ്ടാകുക, നമുക്കെല്ലാവർക്കും അറിയാം. അതെല്ലാം കണക്കാക്കുന്നവൻ അള്ളയാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത്, നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകാനോ ആർക്കും കഴിയില്ല. കാരണം എന്തിനും ശക്തിയുള്ള കഴിവുള്ള ആൾ അള്ളാഹു മാത്രമാണ്. ഇനിയിപ്പോൾ ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടി നമുക്കൊരു നന്മ ചെയ്യാൻ, പക്ഷെ അല്ല കണക്കാക്കിയിട്ടില്ലേ, നടക്കൂല. അതേപോലെ തന്നെ ഒരു ദോഷം ചെയ്യാൻ വേണ്ടി നാട്ടുകാർ മുഴുവൻ തീരുമാനിച്ചു, പക്ഷെ അല്ല കണക്കാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്കത് ബാധിക്കില്ല. ഇതൊക്കെ വിശ്വാസികളായ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു അപകടം അഥവാ ഏറ്റവും വലിയ പാപമായി പഠിപ്പിക്കപ്പെട്ട ഷിർക്കിൻ്റെ ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം നെടുവീർപ്പിട്ടിട്ട് ബദരീങ്ങളെ ബദരീങ്ങളെ, ഒരു സാധാരണ സഹോദരിയുടെ ഒരു വിളിയാണ്. അവിടെ കൂടിയ ഒരുപാട് ആളുകൾ ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ശരിക്കും പ്രാർത്ഥന വേറെ അവിടെയുള്ള ആളുകൾ അല്ലാ തന്നെ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാവും. ഇപ്പം ഇവിടെ ബദരീങ്ങളെ എന്ന് വിളിച്ചത് കൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ളൊരു പ്രചോദനം എന്താണെന്നുള്ളത് നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞൊരു സംസാരത്തിൽ ആ കാര്യം ഉൾപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ബദർ ശുഹദാക്കളുടെ പേരിൽ ഒരുപാട് കെട്ടുകഥകൾ, കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ എല്ലാറ്റിനും കാവലാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, അവർ നമുക്ക് ആശ്വാസമാണ്, അത്താണിയാണ്, അഭയമാണ്, ഇങ്ങനെ പല നിലക്കുള്ള പോരിശകളും അതൊന്നും ഇസ്ലാം പറഞ്ഞതല്ല, പക്ഷെ അവരെ പേരിൽ എഴുതി പിടിപ്പിച്ചും പറഞ്ഞു അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മുമ്പ് വായിച്ചിരുന്നു ബദർ മൗലിദിൻ്റെ പരിഭാഷയും വിവരണവും. ഇതിൻ്റെ തുടക്കത്തിൽ ഈ ബദർ മൗലിദ് കൊണ്ടുള്ള ലക്ഷ്യം എന്താന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഈ വരി വായിച്ചാൽ തന്നെ അറിയാം. അതായത് ഉദ്ദേശ സഫലീകരണത്തിന്, ബലാവ് മുസീബത്തുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന്. ഇവിടെ ഒരു ഒരു പരീക്ഷണമാണ്, ഒരു മുസീബത്താണ്. അതേപോലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കാവൽ ലഭിക്കുന്നതിന്. ഇപ്പോൾ ഈ വീടൊരു അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, അപ്പോൾ അതിന് കാവൽ കിട്ടാനൊക്കെ ഈ ബദർ മൗലിദ് ഓതി വരുന്നു, അങ്ങനെ സമ്പ്രദായം ഉണ്ടെന്നാണ്. ഇത് ഒരുപാട് സാധാരണക്കാർ ഇങ്ങനെ ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിച്ച് വിശ്വസിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, ഇത്തരം വിളികളിലൂടെ പ്രകടമായി കാണുന്നത്. ഇനി ഇപ്പോൾ ഇത് സമാനമായ ചില വരികൾ വായിക്കാം. ഒന്ന്, വായ് യുൻജിയ മിൻ കുല്ലിൽ ബല
വമിനൽ ആഫാത്തി ഫിദ്ദീനി വദ്ദുന്യാ വമിൻ സഖർ. അതായത് എല്ലാ ബലായിൽ നിന്ന് രക്ഷപ്പെടുത്തുക, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക, ദീനിലാകട്ടെ ദുന്യാവിലാകട്ടെ, എത്രത്തോളം നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആരുണ്ടാകുന്നതാണ് ഈ ബദർ ശുഹദാക്കൾ ഉണ്ടാകും എന്നാണ് സാധാരണക്കാർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മുമ്പിൽ നിൽക്കുന്നത് ഉസ്താദാണ്, അവരെ കണ്ണിലൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ വാക്ക് അവർക്ക് വലിയ വിലയുള്ള വാക്കാണ്, അതനുസരിച്ചാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് കാണാം, യാമം ബിഹി ഹല്ലർ റദ വമം ബിഹമ്മിൻ നക്കിദ കുൽനാദിയ മുസ്തൻജിദൻ യാ അഹില ബദരി ശുഹദ. എന്ത് ഒരു പ്രശ്നം ബാധിച്ചാലും പ്രയാസത്തിലകപ്പെട്ടാലും ആ ക്ലേശം മാറിക്കിട്ടാൻ വേണ്ടി യാ ബദർ ശുഹദ എന്ന് വിളിക്കുക. അതാണിപ്പോൾ ഇവർക്ക് അവിടെ അപ്രതീക്ഷിതമായൊരു പ്രശ്നം ഉണ്ടായി, അവിടെ ബദരീങ്ങളെ ബദരീങ്ങൾ എന്നുള്ള വിളിയാണ്. അതുപോലെ യാമം ബിഹി കർബുൻ വഗമ്മുൻ വജുല്ല ഖത്ബിൻ മുദ്ലഹിം കുല്ലാജിയൻ വഖദ്ദത്തു തുഅമ്മു യാ അഹ്ല ബദരി ശുഹദ. എന്തൊരു കെർബ് ഒരു ഗമ്മ് ബാധിച്ചാലും വിളിക്കേണ്ടത് എന്താണ്? ബദർ ശുഹദാക്കളെ എന്നാണ്. അവിടെ കെർബ് എന്നുള്ള പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെർബ് ബാധിച്ചപ്പോൾ ഉണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആരും സൂചിപ്പിക്കാം. അപ്പോൾ ആ കെർബ് എന്നുള്ള പ്രയോഗം അതാണ് ഈ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യണത്, അവർക്ക് പ്രയാസം ബാധിച്ചു, അപ്പോൾ അവരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുക. ഇങ്ങനെ ഈ ബദർ മൗലിദിലുള്ള ആളുകൾ ചൊല്ലി പാടി വിശ്വസിച്ച് നടക്കുന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അപകടത്തിൽ നിന്ന് സമൂഹത്തെ കരകയറ്റുക എന്നത് വിശ്വാസികളെ ബാധ്യതയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് എന്തൊരു പ്രശ്നം ബാധിച്ചാലും നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദആഉ വയക്ഷിഫു സൂഅ. ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നത് ആരാണ്? അതിൻ്റെ ഫലമായി അവൻ്റെ സൂയിനെ, അവനെ ബാധിച്ച ബുദ്ധിമുട്ടിനെ നീക്കുന്നത് ആരാണ്? ഇത് ഖുർആൻ്റെ ഒരു ചോദ്യമാണ്. അത് അള്ളാഹു എന്ന ഉത്തരമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ ഖുർആൻ്റെ ചോദ്യം അ ഇലാഹും അള്ളാഹ്, അള്ളാഹിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ആരാധ്യന്മാരുണ്ടോ? അപ്പോൾ ഈ പ്രശ്നമൊക്കെ പറയുമ്പോൾ പിന്നെ ഉസ്താദുമാർ പറയും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നില്ലല്ലോ. ഈ ബദരീങ്ങളെ എന്ന ഈ നെടുവീർപ്പിട്ടുള്ള വിളിക്ക് എന്താ പറയുക? ഇത്ര വലിയ ഒരു ആപത്ത് മുമ്പിലെത്തിയിട്ട് അള്ളാ എന്ന് വിളിക്കേണ്ടതിന് പകരമുള്ള ഈ വിളിയെ പ്രാർത്ഥന എന്നല്ലാതെ വേറെന്താ പറയുക? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷേ നിലവിലുള്ള അപകടത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാ കൊടുത്തൊരു പ്രയോഗം, യുനബ്ബിഹു തആല അന്നഹു ഹുവൽ മദ്ഉ ഇൻദ ഷദായിദ് അൽ മർജു ഇൻദ നവാസിൽ. ഒന്ന് ഷദായിദ്, രണ്ട് നവാസിൽ. ഷദായിദ് പറഞ്ഞാൽ അതികഠിനമായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കപ്പെടേണ്ടത് ആരോട് എന്നാണ് ഈ ആയത്ത് പറയുന്നത്? അള്ളാഹിനോട്. അതേപോലെ നവാസിൽ ദുരിതങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആരിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്? അള്ളാഹുവിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ് മൻ ഹുവല്ലദീ ലാ യൽജഉൽ മുൽത്തറു ഇല്ലാ ഇലൈഹി വല്ലദീ ലാ യക്ഷിഫുൽ മദ്റൂരീന സിവാഹു. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് അഭയം തേടാനുള്ളത് അല്ലാതെ വേറെ ആരുമില്ല. അതേപോലെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ കഴിവുള്ളവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഒരു ഷിർക്കാകുന്ന വിളിയാണ് അവിടെ നടക്കുന്നത്, അള്ളാഹ് എന്ന വിളിക്ക് പകരം. ഇനി ഖുർആൻ ചോദിക്കുകയാണ് അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അ. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടുക്കാനോ സാധിക്കാത്തവരെയാണോ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നത്? അപ്പോൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. പ്രാർത്ഥന ഇല്ലാത്ത ഒരാരാധനയില്ല. ഏത് ഇബാദത്തിലും പ്രാർത്ഥന കടന്നു വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം ലാ യഖ്ദിറു അലാ ഈസാലി ലററിൻ ഇലൈക്കും വലാ ഈജാദി നഫ്ഇൻ. നിങ്ങൾക്കൊരു ഉപദ്രവം നിങ്ങളിലേക്ക് എത്തിക്കാനും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് കഴിയൂല, ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനും കഴിയില്ല. കാരണം അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇപ്പോൾ ഈ ബദരീങ്ങളെ എന്നുള്ള വിളി മനസ്സിന് വന്നത് എന്തുകൊണ്ടാണ്? ബദരീങ്ങൾ കേൾക്കുന്നുള്ള വിശ്വാസമാണ്, ബദരീങ്ങൾ അറിയുന്നുള്ള വിശ്വാസമാണ്. എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഏകശക്തി ആരാണ്? അള്ളാഹ്. ഒരു പരിധിയോ തടസ്സമോ ഇല്ലാതെ കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ അള്ളയാണ്. ആ വിശ്വാസത്തിൽ ജനങ്ങൾ അകറ്റപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയാണ് വലാ യംലികു ദർറൻ വലാ നഫ്അൻ ലിഗൈരിഹി വലാ ലിനഫ്സിഹി എന്നാണ്.
സ്വന്തത്തിനും കഴിയൂല, മറ്റുള്ളവർക്കും കഴിയൂല. ബദരീങ്ങൾക്ക് അവരെ തന്നെ രക്ഷപ്പെടുത്താൻ എന്തായിട്ടില്ല, സാധിച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ ബദർ ശോതാക്കൾ ഉണ്ടാവുമോ? കാരണം അവർക്ക് അവരെ സംരക്ഷിക്കാമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അതുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഞാൻ ചില കെലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. ഇൻദൽ കർബ്, അതാണ് നേരത്തെ ഞാൻ ആ മാലപ്പാട്ടിൽ കെർബ് എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. കെർബ് ബാധിച്ചാൽ നിങ്ങൾ എന്ത് പിന്നെ കെർബ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഔ ഫിൽ കെർബ്, കെർബിലായിരിക്കെ. ഇവിടെ പോയി നമ്മൾ ആ കണ്ട വീഡിയോയിൽ കെർബിന്റെ മുമ്പിലാണ്, കെർബിന്റെ അടുത്തല്ല, കെർബിന്റെ മുമ്പിലുള്ളത്. എന്താ പറയേണ്ടത്? അല്ലാ അല്ലാ റബ്ബി ലാ ഉശ്രികു ബി ഷൈആ. അല്ലാ അല്ലാന്ന് വിളിക്കേണ്ടത്. എത്ര ഉച്ചത്തിൽ എങ്ങനെ നമ്മൾ വിളിച്ചാലും, രഹസ്യമായിട്ട് വിളിച്ചാലും കേൾക്കാൻ ഇവിടെ അല്ല, ഒന്നിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ അസ്വാബ അഹദക്കും ഗമ്മുൻ ഔ കർബുൻ. ഒരു ഈ ഗമ്മ് എന്നുള്ള പ്രയോഗം മാലപ്പാട്ടിൽ വന്നു, ഗമ്മും കർബും. അതാണ് ഈ ഹദീസിൽ വന്ന അതേ പ്രയോഗങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇത്തരം ഘട്ടങ്ങളിൽ ആരെ വിളിക്കേണ്ടതുള്ളൂ? അള്ളാഹ്. അല്ലാ അല്ലാ റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഇത് നമ്മുടെ ഉമ്മയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര വ്യക്തമാണ് കാര്യം. ഇതിൽ നിന്ന് സമൂഹം അകറ്റപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ അപകടങ്ങൾ നമ്മൾ ഇപ്പോഴും കാണേണ്ടി വരുന്നത്. തീർച്ചയായും ഇത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. വിശ്വാസമാണല്ലോ ഈ പൊളിഞ്ഞു പോകുന്നത്. ശിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒന്നും ബാക്കിയില്ല, എല്ലാം നശിച്ചു പോയി. ഇവിടെ ബദരീങ്ങളെ വിളിച്ചു തേടുന്നു, അതല്ലാതെയും പല മഹാന്മാരെയും ഒക്കെ വിളിച്ചു തേടുന്ന അവസ്ഥകൾ സമൂഹത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ കണ്ടത് ബദരീങ്ങളെ വിളിച്ചു തേടുന്നതാണ്. എന്നാൽ ബദരീങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു പോരാടിയത്? അവരവരുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ബദരീങ്ങൾക്ക് ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടതുപോലെയുള്ള ഇത്തരം വിളികൾ, ഇത്തരം ഒരു ആദർശം, അതുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ സഫീർ? യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ബദരീങ്ങളോട് ഇടതേടുന്നു, ബദരീങ്ങളുടെ രക്ഷ കൊണ്ട് അള്ളാഹുവോട് തൊടുന്ന സാധനം പറയാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ നേരിട്ട് കണ്ടു, കാലി തടഞ്ഞ ബദരീങ്ങളെ എന്നാണ് വിളിക്കണത്, അള്ളാഹ് എന്നല്ല വിളിക്കണത്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ ബദരീങ്ങളുടെ ജീവിതത്തിൽ അവരാരും ഇങ്ങനെയൊരു സംഗതി ചെയ്തിട്ടില്ല. നമുക്കറിയാം, ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് സഹാബികളൊക്കെ ഒരുക്കിയിട്ട് അന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഹദീസിൻ്റെ കഥ ചരിത്രത്തിൽ കാണാൻ പറ്റും. അള്ളാഹുവേ, പിന്നെ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, ഈ ഒരു കൊച്ചു സംഘത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ആരാധിക്കുന്ന ഒരാൾ പിന്നെ ഭൂമിയിൽ ഉണ്ടാവുന്നതാണ്. അള്ളാഹുവെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ആരാധന അർപ്പിക്കുന്ന ആൾക്കാർ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ മുശ്രിക്കുകൾ അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഉൻസുർ അലൽ ജുന്ദയൈൻ എന്നാണ്. അള്ളാഹുവെ, ഈ രണ്ടാലൊരു സൈന്യത്തിൽ ഉന്നതമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണമെന്നാണ്. അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടാണ്. അതേപോലെ തന്നെ അക്രബുൽ ചെയിൻ, നിന്നോട് ഏറ്റവും അടുത്ത സംഘത്തെ വിജയിപ്പിക്കണമെന്നാണ്. അപ്പം അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പുറപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് അബൂജഹൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. കാരണം ഏറ്റവും ഉന്നത സംഘമാണല്ലോ റസൂൽ, അവർ ജയിച്ചു. അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, ആ ആളുകളോടാണ് റസൂലുള്ളാഹി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥന എന്താണ്? പടച്ചവനെ നിന്നെ ആരാധിക്കുന്നവരുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവില്ല എന്നല്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഭൂമിയിൽ ബാക്കി ഉണ്ടാകൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ബദരീങ്ങൾ എന്തിനാണ് പുറപ്പെട്ടത്? അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവോടൊപ്പം മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കരുത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്നാണെങ്കിൽ ഇബ്രാഹിം നബിയെ, ലാത്ത, ഉസ്സക്കാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിക്കരുത്, നിങ്ങൾ അള്ളാഹ് എന്ന് മാത്രം വിളിക്കണം. അതിനു വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബദറിൽ പുറപ്പെട്ടത്. അപ്പോൾ ആ ബദറിൽ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി. ആയിരക്കണക്കിന് മലക്കളെ, 5000-ഓളം മലക്കളൊക്കെ അള്ളാഹു ഇറക്കി കൊടുത്തു, അള്ളാഹു വിജയിപ്പിച്ചു. അപ്പോൾ ഈ ബദരീങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഈ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടതുപോലെ പിന്നെ വീട് കത്തുമ്പോൾ രക്ഷിക്കാൻ, വീട് പൂട്ടി യാത്ര പോകുമ്പോൾ വീടിനെ കാവൽ നിൽക്കാൻ, അല്ലെങ്കിൽ അസ്ദണ്ണം വബാവ സൂര്യം അതിലുള്ള ദീനമടങ്കലും ബദരീങ്ങളെ തുണയാൽ, ബദരീങ്ങളെ ബറക്കത്തിന് തുണയാക്കണം റബ്ബ്, ഷിഫയാക്കണേ റബ്ബെന്ന് പ്രാർത്ഥിക്കണത്, അസുഖം മാറ്റാൻ ഒക്കെ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ബദരീങ്ങൾ പിന്നെ ബദർ യുദ്ധം കഴിഞ്ഞ പിന്നെ അവരെന്തായി? അവർ സേഫായി, പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രയാസം നടക്കൂലല്ലോ. അങ്ങനെ ആയിരുന്നു ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ബദർ കഴിഞ്ഞിട്ട് ഇസ്ലാമിൽ ഉണ്ടാകുന്ന 2-ാമത്തെ യുദ്ധം ഉഹദാണ്. ഉഹദ് യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ഇസ്ലാം പരാജയം മണക്കാണ് ചെയ്തത്.
ബദറിൽ ഇറങ്ങിയിരുന്ന ആളുകൾ അവരെന്ത് ചെയ്താലും അവർക്ക് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അവർക്ക് എല്ലാത്തിനും കഴിവുണ്ടെങ്കിൽ ഇസ്ലാം ഒരു യുദ്ധം തോക്കൂലായിരുന്നു. തൊട്ടടുത്ത യുദ്ധം തന്നെ ഇസ്ലാം പരാജയത്തിൻ്റെ വക്കിലേക്ക് എത്തിയ യുദ്ധമാണ് ഉഹദ് യുദ്ധം. ബദറിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെയാണ് ഉഹദിലും പങ്കെടുത്തത്. ബദറിൽ കൊടിപിടിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഉഹദിലും കൊടിപിടിക്കുന്നത്. പക്ഷേ ഉഹദിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു മരിക്കുകയാണ്. അദ്ദേഹം ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മരണപ്പെടുന്ന ഷഹീദാകാണ് ഉഹദിൽ സംഭവിച്ചത്. അപ്പോൾ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ അവർക്കില്ല, കാരണം അള്ളാഹിന്റെ അടുക്കലാണ് അതുള്ളത്. അതേപോലെ തന്നെ അവർക്ക് പ്രയാസം സംഭവിച്ച ഒരുപാട് ആളുകൾ, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പഠിപ്പിച്ച സ്വഹാബിയാണ്. ആ സ്വഹാബി പിന്നെ ഇബ്നു ഇസ്രായേൽ റിംവാസ് എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന പണ്ടൊരു പ്ലേഗ് രോഗത്തിലാണ്. അദ്ദേഹം മാത്രമല്ല വേറെയും സ്വഹാബികളെന്ന് മരണപ്പെട്ടിരുന്നു. അപ്പം ബദറിൽ പങ്കെടുത്തിരുന്ന സ്വഹാബി പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ട് മരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ പ്ലേഗ് രോഗം പോലെയുള്ള സംഗതികളിൽ നിന്നും ബദരീങ്ങൾ രക്ഷ തേടുന്നു. അപ്പം ബദരീങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് അവരുടെ ജീവൻ തന്നെ നമുക്ക് തെളിവാണ്. മാത്രവുമല്ല അവരുടെ കാലഘട്ടത്തിൽ എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകന് പിന്നെയും 9 വർഷം ജീവിച്ചല്ലോ, ചില 11 ദിവസം വഫാത്താകുന്നത്. ആ 9 വർഷത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ശുഹദാക്കളോട് തേടിയ അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത ആൾക്കാരോട് തേടിയത്, അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത ആൾക്കാരെ മുമ്പിൽ വസീലയാക്കിക്കൊണ്ടേ ചെയ്തത്, അങ്ങനത്തെ ഒന്നും സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അബൂബക്കർ റളിയല്ലാഹു ഖലീഫമാരൊക്കെ ബദറിൽ പങ്കെടുത്ത ആൾക്കാരാണ്, ഉസ്മാൻ റളിയല്ലാഹു ഒഴികെയുള്ളവർ. അപ്പോൾ എന്നിട്ട് അവരൊന്നും ചെയ്യാത്തൊരു സംഗതി, അവർക്കൊക്കെ അറിയാം ഇതല്ല, അള്ളാഹു ആണ് എല്ലാത്തിനും രക്ഷകൻ. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മൾ തേടേണ്ട അള്ളാഹുവോടാണ്. പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ ഇന്നഹു മയുശ്രികു ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അള്ളാഹു നിഷിദ്ധമാക്കും, വമഅവാഹുന്നാർ, നരകത്തിൽ ശാശ്വതമാകും എന്നുള്ള ബോധമാണ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസമുണ്ടോ അള്ളാഹ് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. അതാണ് ബദരീങ്ങൾ നമുക്ക് കാണിച്ചെന്ന മാതൃക. തീർച്ചയായും ആ ഒരു മാതൃക പിൻപറ്റലല്ലാതെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രക്ഷയില്ല. കാരണം ശരിക്ക് ബദരീങ്ങൾ അങ്ങനെ കഴിവുണ്ടെങ്കിലും മക്കം പത്തുമൊക്കെ വളരെ എളുപ്പമല്ല. ബദരീങ്ങളെ മക്കം പത്ത് തന്നെ എന്ന് പറഞ്ഞ വിഷയം കഴിയും. മുതലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല, ജയിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പം എന്തായാലും വലിയ പാഠം ശരിക്കും ബദറിൽ നമുക്കുണ്ട്. ആ പാഠം നമ്മളെല്ലാവരും അത് എന്താണോ അതിൻ്റെ ഒരു നമുക്ക് കിട്ടേണ്ട ഒരു ഗുണപാഠം അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.